ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചാത്തമംഗലത്താണ് കേട്ടോ. ഷെയ്ത്തേട്ടൻ്റെ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ചാത്തമംഗലത്തേക്കാണ്. അപ്പോൾ ഇന്ന് അനിയത്തിയുടെ മകൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ബർത്ത്ഡേ ആയതിനെക്കൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഫാമിലി കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്കാണ് കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉള്ളത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേഗം ചായ തന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അഖിലേട്ടനൊക്കെ കേക്ക് എടുത്തിട്ട് വന്നു. അപ്പോഴേക്കും പീലിക്കുട്ടി ഇവിടെ അച്ചുട്ടൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് നിരത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇനിയിപ്പോൾ എത്ര കളിപ്പാട്ടുണ്ടെന്നുണ്ടെങ്കിലും വേറെ പുറത്തൊക്കെ പോയിക്കുകയാണെങ്കിൽ ഒരു ചെറിയ മൂടി കിട്ടിയാലും അവൾക്കത് വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ ആ ബക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങളും എടുത്ത് തരികയായിരുന്നു. പിന്നെ ഇത് അച്ചുട്ടൻ്റെ മാമി അവന് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും പീലിക്കുട്ടി പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ആടാൻ തുടങ്ങി. പീലിക്കുട്ടിക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ വേറെ കളറ് ഒരു കുതിര. അത് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ വല്യച്ഛൻ്റെ മകൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ പീലിക്കുട്ടിക്ക് അതിൽ കയറിയിട്ടുള്ളൊരു പരിചയമുണ്ട്. അച്ചുട്ടനാണെങ്കിൽ ഇതിങ്ങനെ ആടുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ നന്ദൻ പിന്നെ പീലിക്കുട്ടീനെ ഇങ്ങനെ ആട്ടി കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കിൽ ഒരാൾ നിൽക്കുമ്പോൾ അവൾക്ക് ധൈര്യം കൂടുതലാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറേ നേരം കളിച്ചു. പിന്നെ കേക്ക് കട്ടിങ്ങിന് ടൈം ആയിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു പുഴ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ വലിയൊരു പുഴ ഉണ്ട്. നമ്മുടെ വയനാട് ഉരുൾപൊട്ടലില്ലായിരുന്നോ, ആ ടൈമിലൊക്കെ ഇവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവരുടെ തോണിയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം തോണിയിലൊക്കെ കയറിയിരുന്ന്. വെള്ളത്തിലാകുമ്പോൾ തോണിയിലൊക്കെ കയറിയിരിക്കാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ കരയിലാകുമ്പോൾ ആ ആഗ്രഹം കണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അതിൽ കയറിയിരുന്നു. അന്ന് പ്രളയത്തിൻ്റെ ടൈമിൽ വെള്ളം കയറിയപ്പോൾ അവരെ രക്ഷിച്ചത് ഈ തോണിയാണ് കേട്ടോ. ഈ തോണിയിൽ കയറിയിട്ടൊക്കെയാണ് അവർ വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിയത്. പിന്നെ അതുപോലെ ബോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുഴ കാണാൻ ഇറങ്ങിയപ്പോൾ പീലിക്കുട്ടി വന്നില്ല കേട്ടോ. അവളവിടെ അച്ചുട്ടൻ്റെ കൂടെ കളിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വരുമ്പോൾ പീലിക്കുട്ടീനെയും കൊണ്ടുവന്ന് അങ്ങനെ അച്ഛനും മോളും പിന്നെ കുറച്ച് നേരം വണ്ടിയിൽ തോണിയിലൊക്കെ ഇരുന്നു. അങ്ങനെ തോണിയിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഈ താഴെ ഇത്രയും ഹൈറ്റിൽ അതാ മരം മൂടുന്ന രീതിയിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും വെള്ളം വന്നാലേ മീരേച്ചിൻ്റെ ഒക്കെ വീട്ടിലേക്ക് വെള്ളം കയറുള്ളൂ. അപ്പം അന്ന് അത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ മരത്തിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് കേട്ടോ ശരിക്കും മനസ്സിലാവുക. മരത്തിൻ്റെ ആ പകുതി ഭാഗം വരെയും ചളി ഉണങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വെള്ളം കയറിയത് കൊണ്ടല്ലേ മരത്തിൻ്റെ മുകളിലൊക്കെ ചളി ഉണ്ടാവാൻ കാരണം. പിന്നെയാണെങ്കിൽ പുഴയിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അവർ വലയിട്ടൊക്കെ പിടിക്കാറുണ്ട്. അപ്പോഴേക്കും പിന്നെ നല്ല വെയിലായപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി പോരാൻ തുടങ്ങി. പിന്നെയാണെങ്കിൽ ഇനി ഇവിടെ കുറേ നേരം നിന്നാൽ പിന്നെ നമുക്ക് കേക്ക് കട്ടിങ്ങിന് ലേറ്റ് ആകും. അപ്പം പിന്നെ നമുക്ക് വീട്ടിലെത്താനും കുറേ ദൂരം ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഏട്ടനാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കയറി പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ചൂട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുട്ടപ്പനായിട്ട് നിൽക്കണ്ട കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവൻ. ചേച്ചി എനിക്ക് ടാറ്റ തരാൻ പറയാണ് കേട്ടോ. ചങ്ങായിക്ക് നാണം വന്നിട്ട് അവൻ ടാറ്റൊന്നും തരണില്ല. പിന്നെ കിട്ടിയ ടൈം കൊണ്ട് രണ്ടാളും കൂടെ ഓടി കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ആഗ്രഹമായിട്ടും കേക്കൊക്കെ അവിടെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ പിന്നെ രണ്ടാളും പിന്നെ കേക്കിൻ്റെ പിന്നാലെയായി. അവിടെ പോയിട്ട് കുറേ നേരം കേക്ക് തുറന്നു നോക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളെയും പിടിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. കേക്ക് ഫോട്ടോ എടുത്തേ. തീപ്പെട്ടി ഞാൻ എവിടെയാണ് കൊണ്ടുവച്ചിട്ടുണ്ടോ? നോക്കണേ ഞാൻ ഫോട്ടോ എടുത്തോ. ഓ
അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ ഫുഡ് കഴിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഫുഡിന് ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. ഞാനും ഹരിനന്ദന്മാരും അച്ഛനും ചേച്ചിയൊക്കെ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അമ്മയും ശീതേട്ടനും പിന്നെ അമ്പലം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവർ പിന്നെ സദ്യയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ട്രിപ്പിലിരുന്നു കേട്ടോ. ഹരിനന്ദനോട് കഴിക്കാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് മടിയായിട്ട് അവർ ഇരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സീറ്റിലാണെങ്കിൽ ചേച്ചി കയറിയിരുന്നു. അപ്പം ഉണ്ട് അച്ചുട്ടന് താഴെ വെച്ചിട്ട് കൊടുത്തു കേട്ടോ. അവന് അതുപോലെ ചിക്കനൊന്നും കൊടുത്തിട്ടില്ല. പിറന്നാളായതുകൊണ്ട് പച്ചക്കറി മാത്രമാണ് കേട്ടോ കൊടുത്ത്. പിന്നെ പീലിക്കുട്ടിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പണ്ടേ മടിയാണല്ലോ. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മീരേച്ചീൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ പപ്പടമോ എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അച്ചുട്ടന് വാരിയൊക്കെ കഴിച്ച് അവനും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വാരി കളിക്കുകയാണ് ചെയ്യണത്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിപ്പും കഴിഞ്ഞ് ഇനി ഹരിനന്ദന്മാരും കൂടെ കഴിച്ചാലല്ലേ ഞങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ചെക്കന്മാരോട് പിന്നെ ഇരിക്കാൻ പറഞ്ഞ് അപ്പോൾ രണ്ടാളും ഇരുന്ന് കേട്ടോ. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ രണ്ടാൾക്കും ഭയങ്കര നാണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോണ്ട് സാന്ദ്ര പായസം കൊണ്ടുവരുന്നു. ഇത് അഖിലേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പായസമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾക്ക് പോരാനുള്ള ടൈമായി. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ 4:30 ആകുമ്പോഴേക്കും അമ്പലത്തിലും എത്തണം. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും പിന്നെയും കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചുട്ടനും പീലിക്കുട്ടിയൊക്കെ ആണെങ്കിൽ ഓട്ടോയിൽ കയറിയിട്ട് ഭയങ്കര ഡാൻസ് കളിയാണ്. അങ്ങനെ അച്ചുട്ടനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങണില്ല. ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിണുങ്ങി കേട്ടോ. പിന്നെ അച്ഛൻ്റെ കൂടെ കാറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ പുറത്തിറക്കിയതാണ് ആളെ. പിന്നെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അച്ചുട്ടന് ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടിയിട്ട് വലിയ മുഖത്തിന് തെളിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബായ്.